ജൂലൈ 6 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ മരിയ ഗൊരെത്തി, വിശുദ്ധ ഡൊമിനിക്ക, വിശുദ്ധ ഗോവർ, വിശുദ്ധ ഗോദേലവ, വിശുദ്ധ ലൂസി, വിശുദ്ധ അന്തോണിനൂസ്, വിശുദ്ധ സെവരിനൂസ്, വിശുദ്ധ ഡിയോഡോറൂസ്, വിശുദ്ധ ഡിയോഡോൺ, വിശുദ്ധ മോണിനി. വിശുദ്ധ മരിയ ഗൊരെത്തി 1790-1902 കാലഘട്ടത്തിലാണ് വിശുദ്ധ മരിയ ഗൊരെത്തി ജീവിച്ചിരുന്നത്. 1950 വിശുദ്ധ വത്സരത്തിൽ 12-ാം പീയൂസ് മാർപ്പാപ്പ മരിയ ഗൊരെത്തിയെ പുണ്യവതി എന്ന് പേര് വിളിച്ചത് വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ വെച്ചാണ്. 2 ലക്ഷം പേർ പ്രസവ ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് പറയുമ്പോൾ ഈ കൊച്ചു രക്തസാക്ഷിണിയുടെ പ്രശസ്തി ഊഹിക്കാമല്ലോ. ഇറ്റലിയിൽ കൊറിനോൾഡോയിലെ ഒരു ദരിദ്ര കർഷകന്റെ മകളായിട്ടാണ് മരിയ ഭൂജാതയായത്. സ്കൂളിൽ പഠിക്കാൻ അവൾക്ക് സാധിച്ചില്ല. എഴുതാനും വായിക്കാനും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അവളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. കൂദാശ സ്വീകരിച്ച മറ്റെല്ലാ കുട്ടികളെക്കാളും പ്രായത്തിൽ മുതിർന്നത് അവളായിരുന്നു. മരിയയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ പിതാവ് കുടുംബവുമായി നെറ്റുനോയിലേക്ക് പോന്നു. 10ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. മരിയ താമസിച്ചിരുന്ന ആ ഭവനത്തിൽ തന്നെ ധനികരായ സെറേനയിലെ കുടുംബക്കാർ താമസിച്ചിരുന്നു. അവരുടെ ഒരു ജോലിക്കാരിയായിരുന്നു മരിയയുടെ അമ്മ അസൂന്ത. 3 പ്രാവശ്യം അലക്സാൻഡ്രോ സെറനെല്ലി മരിയയെ പാപത്തിന് ക്ഷണിച്ചു. അവൾ ചെറുത്തു നിന്നു. വിവരം അമ്മയോട് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അമ്മേ, എൻ്റെ ശരീരം കഷണം കഷണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല. ജൂലൈ മാസത്തിലെ ചൂടുള്ള ഒരു അവരാനം മരിയ ഒരു കട്ടിലിരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അലക്സാൻഡ്രോ മരിയയെ പാപം ചെയ്യാൻ നിർബന്ധിച്ചു. ഞാൻ വഴങ്ങുകയില്ല, മരിക്കുകയേ ഉള്ളൂ എന്നവൾ പറഞ്ഞു. സഹായത്തിനായി അവൾ നിലവിളിച്ചു: ഇല്ല, ദൈവം അതിഷ്ടപ്പെടുന്നില്ല, അത് പാപമാണ്, നീ നരകത്തിൽ പോകും, അവൾ പറഞ്ഞു. അലക്സാൻഡ്രോ കുപ്പായത്തിൽ ഒളിച്ചു വെച്ചിരുന്ന കടാരിയെടുത്ത് 14 പ്രാവശ്യം മരിയയെ കുത്തി. വിവരമറിഞ്ഞ അമ്മ സ്ഥലത്തെത്തി വൈദികനെ വിളിച്ചു. മരിയ കുമ്പസാരക്കാരനോട് പറഞ്ഞു: ഞാൻ അലക്സാൻഡ്രോയോട് ക്ഷമിക്കുന്നു, ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും. അക്രമത്തിന് 24 മണിക്കൂറിന് ശേഷം മരിയ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ഘാതകന് 30 വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടി. 27ാം വർഷം ജയിൽ വിമുക്തനായി പുറത്തു വന്ന ശേഷം അയാൾ അമ്മ അസൂന്തയോട് മാപ്പ് ചോദിച്ച് ഒരു സന്യാസ സഭയിൽ സഹോദരനായി ചേർന്നു. 1947 മരിയ ഗൊരെത്തിയെ അനുഗ്രഹീത എന്ന് വിളിച്ചപ്പോൾ അവളുടെ അമ്മ അസൂന്ത, അപ്പോൾ അമ്മയ്ക്ക് 82 വയസ്സ് പ്രായമായിരുന്നു. 2 സഹോദരിമാരും 1 സഹോദരനും വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ സന്നിഹിതരായിരുന്നു. വിശുദ്ധയുടെ നാമകരണത്തിന് വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ മരിയ ഗൊരെത്തിയുടെ അമ്മയോട് ചേർന്ന് അലക്സാൻഡ്രോ, അപ്പോൾ 66 വയസ്സ് അലക്സാൻഡ്രോയ്ക്കായിരുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നേ ദിവസം നമുക്ക് വിചിന്തനം ചെയ്യാം. മരിയ ഗൊരെത്തിക്ക് വേദോപദേശം കാര്യമായി അറിയാൻ പാടില്ലായിരുന്നുവെങ്കിലും വിശ്വാസത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കാർഡിനൽ സലോട്ടി പറയുന്നു: മരിയ ഒരു രക്തസാക്ഷിണിയായിരുന്നില്ലെങ്കിൽ കൂടി അവൾ ഒരു വിശുദ്ധയാകുമായിരുന്നു. അത്ര പരിശുദ്ധമായിരുന്നു അവളുടെ അനുദിന ജീവിതം. വിശുദ്ധയായ മരിയ ഗൊരെത്തിയെ വേദനിക്കുന്ന എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.